ക്ലാസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് മാഡത്തിനെ ക്ഷണിക്കുകയാണ്. മാഡം നമ്മുടെ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റ് ആണ്. വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞപ്പോൾ തന്നെ മാഡം ഏറെ തിരക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ ഹർദ്ദമായി ആവശ്യം സ്വീകരിക്കുകയും നമുക്ക് വേണ്ടി ഒരു ടോക്കിന് വേണ്ടി തയ്യാറെടുക്കുകയും മാഡം ചെയ്യുകയുണ്ടായി. മാഡത്തിന് നിറഞ്ഞ സ്നേഹത്തോടു കൂടി ക്ലാസിന്റെ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. മാഡം ഒപ്പം ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഫ്രാൻസിസ് സാർ, നമ്മുടെ സീനിയർ റേഡിയോഗ്രാഫറാണ്, എറണാകുളം. സാറിനെ ഇതിന്റെ ഭാഗമായി ടെക്നിക്കൽ സപ്പോർട്ടിന്റെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. സർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? ഫ്രാൻസിസ് സാർ. സർ മ്യൂട്ടഡ് ആണെന്ന് തോന്നുന്നു. ഫ്രാൻസിസ് സാർ ഓഡിബിൾ ആണോ? ഓക്കെ. അമ്പിളി സലിം സംസാരിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ടാണോ മാഡം ക്ലാസ് തുടങ്ങുന്നത്, അല്ല അത് കഴിഞ്ഞിട്ടാണോ? ഞാൻ നോക്കുമ്പോ ലൈനിൽ കണ്ടില്ല, അതാണ് ഞാൻ ഇൻവൈറ്റ്. സാർ ഉണ്ടല്ലേ, ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല ലാസ്റ്റിലാണ് മാഡത്തിന്റെ ക്ലാസ് തുടങ്ങട്ടെ. ഓക്കെ. അപ്പൊ മാഡത്തിന്റെ ക്ലാസ്സിന് ശേഷം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സലിം സാറിനെ സ്വാഗതം ചെയ്യാം ഇതിന്റെ ഭാഗമായിട്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തുകൊണ്ട് സഹകരിക്കണം. മാഡത്തിന് ക്ലാസ് എടുക്കാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. Thank you, sir. So we'll stay on the first slide. So, hi, good evening all. So we'll stay on the first slide, sir. Pink October. So, good evening all. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ പിങ്ക് ഒക്ടോബർ ആണ്. പിങ്ക് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് അനദർ നെയിം ഫോർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത്. ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട് ഓഫ് വേ ബാക്ക് ഇൻ ഒക്ടോബർ 1985. ഇയർ 1985 USA നമ്മുടെ അവിടുത്തെ ഒരു അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയും ഒരു ആസ്ട്രാസെനിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഉണ്ടായിരുന്നു. ഇവർ ജോയിന്റ്ലി തുടങ്ങിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ആ ഒരു ടൈമിൽ അവരുടെ ഒരു സിംഗിൾ അജണ്ട മാത്രം എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് അതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് ദ പ്ലെയിൻ അജണ്ട. ബട്ട് ലേറ്റർ 1985 ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇനീഷ്യലി വലിയൊരു മൊമെന്റോ കാര്യങ്ങളോ ഒരു അപ്രിസിയേഷൻ ഒന്നും ഈ ഒരു ക്യാമ്പയിന് കിട്ടിയിരുന്നില്ല. ബട്ട് ഇൻ 1991 നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പിങ്ക് റിബൺ അവരുടെ ഇന്റർനാഷണൽ സിംബൽ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആൻഡ് ഇൻ ദി ഇയർ 1992 ഇതിനൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നത്. എസ്റ്റി ലോഡർ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്രാൻഡ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ മേബലിൻ ആൻഡ് ലാക്മേ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് എസ്റ്റി ലോഡർ. എസ്റ്റി ലോഡർ ഈ ഒരു ക്യാമ്പയിൻ ആക്ച്വലി ടേക്ക് ഓവർ ചെയ്യുകയും അവരുടെ എല്ലാ സ്റ്റോഴ്സിലും US-ലുള്ള എല്ലാ സ്റ്റോഴ്സിലും ഈ പിങ്ക് റിബൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു ഈ ഒക്ടോബർ മന്തിൽ. അങ്ങനെയാണ് ഒരു വേൾഡ് റെക്കഗ്നിഷൻ ഈ ഒരു പിങ്ക് ഒക്ടോബറിന് കിട്ടുന്നത്. ആൻഡ് കമ്മിങ് ടു 2025 ഈ ഒരു വർഷത്തിൽ നിൽക്കുമ്പോഴത്തേക്കും 70+ കൺട്രീസിൽ ഈ ഒരു പിങ്ക് ഒക്ടോബർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. യൂഷ്വലി ഈ ഒരു ടൈമിൽ ഇതേപോലത്തെ അവയർനെസ് സെഷൻസ് ഉണ്ടാവും. ഫ്രീ ആയിട്ടുള്ള ബ്രസ്റ്റ് സ്ക്രീനിങ് സെഷൻസ് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നീട് തന്നെ മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം മിക്ക സെലിബ്രിറ്റീസിനും ഇൻവോൾവ് ചെയ്തിട്ട് അവരൊരു ഫണ്ട് റേസിംഗ് ഈവൻസും തന്നെ ഇതിനോടൊപ്പം തന്നെ ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഹോൾ ഹിസ്റ്ററി ഓഫ് പിങ്ക് ഒക്ടോബർ. സർ ക്യാൻ യു ഗോ ബാക്ക് ടു ദ പ്രീവിയസ് സ്ലൈഡ്? സെക്കൻഡ് സ്ലൈഡ് സർ. ഓക്കെ, ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വൈറൽ ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരുന്നു. ക്യാൻ എനിബഡി ഐഡന്റിഫൈ ദിസ് വൺ? ഇത് നമ്മുടെ ഇന്ത്യൻ വിമൻ ക്രിക്കറ്റ് ടീമാണ്. ഇന്ത്യൻ വിമൻ ക്രിക്കറ്റ് ടീം റീസെന്റ് അവരുടെ ഓസ്ട്രേലിയക്ക് അഗെയിൻസ്റ്റ് ഒരു വൺഡേ ഇന്റർനാഷണലിൽ ദ എൻറ്റയർ ടീം സ്റ്റെപ്ഡ് ഔട്ട് ഇൻ പിങ്ക് ജേഴ്സി ടു ഷോ ദ സപ്പോർട്ട് ടു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത്. ഇത്രയും ഒരു ഗ്ലോബൽ റെക്കഗ്നേഷനും ഒരു ഇമ്പോർട്ടൻസും ഈ ഒരു മന്തിന് ബാക്കി എല്ലാ ഡേയ്സും നിങ്ങൾ നോക്കിയാൽ അറിയാം ജസ്റ്റ് ഒരു ഡേ ആയിട്ടാണ് ഓരോ ഡിസീസിനും കൊടുത്തിട്ടുള്ളൂ. ബട്ട് ഫോർ ദ ബ്രസ്റ്റ് ക്യാൻസർ ദ എൻറ്റയർ മന്ത് ഓഫ് ഒക്ടോബർ ഇസ് ബീങ് ഗിവൻ. സോ അത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഈ ഒരു ഹോൾ മന്ത് നമ്മൾ പിങ്ക് ഒക്ടോബർ എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് സ്ലൈഡ്. Okay, this is because breast cancer is the most common cause of
മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ വിമൻ വേൾഡ് വൈഡ്. സ്റ്റഡീസ് കാണിക്കുന്നത് 1 in 8 വിമൻ വിൽ ഹാവ് ബ്രസ്റ്റ് ക്യാൻസർ ഇൻ ദെയർ ലൈഫ് ടൈം എന്നാണ് പറയുന്നത്. ഇതിൽ സ്ക്രീനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് വെച്ചാൽ ഏർലി തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ, വളരെ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ ദ സർവൈവൽ റേറ്റ് ഇസ് 90 to 100%. സോ ആ ഒരു സ്ക്രീനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ നിങ്ങളിപ്പോൾ കാണുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിലൊരു 31.3 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാല്യൂ കാണിക്കുന്നത് ഔട്ട് ഓഫ് 1 lakh വിമൻ ഹൗ മെനി വിമൻ ആർ ഡിറ്റക്റ്റഡ് ബ്രസ്റ്റ് ക്യാൻസർ പോസിറ്റീവ് എന്നുള്ളതാണ്. ഇതൊരു നാഷണൽ ആവറേജ് ആണ് 31 എന്നുള്ള വാല്യൂ. ക്യാൻ വി ഷിഫ്റ്റ് അവർ ഫോക്കസ് ടു കേരള? കേരളയുടെ നമ്പർ നോക്കുമ്പോൾ 1 of the highest ആണ്. ദാറ്റ് മീൻസ് ഹയസ്റ്റ് നമ്പർ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കേസസ് ഡിറ്റക്ട് ചെയ്യുന്നത് കേരളയിലാണ്. ഇതേപോലെ തന്നെ 5 ഹോട്ട്സ്പോട്ട്സുകളും ഇന്ത്യയിലുണ്ട്. കേരള ഫോളോഡ് ബൈ പഞ്ചാബ്, ദെൻ ആന്ധ്രാപ്രദേശ്, കർണാടക ആൻഡ് തെലങ്കാന. ഇവരുടെയൊക്കെ ഒരു റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിഗർ ദാൻ ദി നാഷണൽ ആവറേജ്. നാഷണൽ ആവറേജ് 31 ഉള്ളൂ. ഫോർ കേരള ഇറ്റ് ഇസ് 45. സോ ദ റീസൺ ബിഹൈൻഡ് ദിസ്, വൺ ഓഫ് ദി റീസൺ കുഡ് ബി നമ്മുടെ കേരളയിലെ ബെറ്റർ ഒരു ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത് കൊണ്ടായിരിക്കും മാക്സിമം നമ്പർ ഓഫ് കേസസ് നമുക്ക് ഇവിടെ ഡിറ്റക്ട് ചെയ്യാൻ പെടുന്നത്. കാരണം കൂടുതൽ സ്ക്രീൻ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കേസസ് ഇന്ത്യയിൽ കേരളത്തിൽ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു. ദാറ്റ് കുഡ് ബി വൺ ഓഫ് ദി റീസൺ. ആൻഡ് ഓൾസോ റൂറൽ ഏരിയാസിലൊക്കെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ അധികം കേസസ് സ്ക്രീൻ ചെയ്യപ്പെടുന്നില്ല, ഡിറ്റക്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് സത്യം. പിന്നീട് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് കേസസ് കേരളത്തിൽ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും മാക്സിമം നമ്പർ ഓഫ് ഡെത്ത് ഉള്ള ഒരു സ്റ്റേറ്റ് കേരളമല്ല. അത് അഗെയിൻ ഇൻ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലാണ് മാക്സിമം നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു ബ്രസ്റ്റ് ക്യാൻസർ നടക്കുന്ന ഒരു സ്ഥലം. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഇത് കറന്റ്ലി ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കറണ്ട് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.4 ബില്യൺ ആണ്. അതിനെ മില്യണിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 1400 മില്യൺ ആണ് നമ്മുടെ കറണ്ട് ഇന്ത്യയുടെ പോപ്പുലേഷൻ. ഔട്ട് ഓഫ് ദാറ്റ് 1.38 million new breast cancer cases are reported every year, and the number is only increasing. That means every 4 minutes an Indian woman is diagnosed with breast cancer, and 1 woman dies of breast cancer every 30 minutes in India. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഇയറിൽ ഓൾമോസ്റ്റ് 4,58,000 ഡെത്ത്സ് ഡ്യൂ ടു ബ്രസ്റ്റ് ക്യാൻസർ നടക്കുന്നുണ്ട്. സോ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അലാമിംഗ്. ഇത്രയും ഇതുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മാക്സിമം ആളുകളിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. So next slide. So risk factors for breast cancer നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. കൺട്രോളബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് അൺകൺട്രോളബിൾ റിസ്ക് ഫാക്ടേഴ്സ്. നിങ്ങൾ ആ ഒരു ലൈൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ലൈനിന് മേലെ ഉള്ളതാണ് അൺകൺട്രോളബിൾ റിസ്ക് ഫാക്ടർ. സോ ദ ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഇസ് ജെൻഡർ. ഇറ്റ് ഇസ് മോർ കോമൺ ഇൻ വിമൻ. മെന്നിലും ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട്, ബട്ട് ഇറ്റ് ഇസ് മോർ കോമൺലി ഡിറ്റക്റ്റഡ് ഇൻ വിമൻ. സെക്കൻഡ് എന്ന് പറയുന്നത് ഏജ് ആണ്. ഒരു മീഡിയൻ ഏജ് നമ്മളൊരു 40-45 മേലെയുള്ള സ്ത്രീകളിലാണ് യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസർ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സും ഫാമിലി ഹിസ്റ്ററി. ഇതിൽ തന്നെ BRCA1, BRCA2 ജീൻ മ്യൂട്ടേഷൻ വരുന്നതിൽ ആൾക്കാരിലാണ് കൂടുതലായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് കംസ് ഏർലി മെനാർക്കി ആൻഡ് ലേറ്റ് മെനോപോസ്. ഇതിൻ്റെ റീസൺ ഞാൻ വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് മെനാർക്കി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയിൽ ഫസ്റ്റ് ടൈം പീരീഡ്സ് കാണപ്പെടുന്ന ഒരു ടൈമാണ് മെനാർക്കി. നമ്മൾ അതിനൊരു മീഡിയൻ ഏജ് വെച്ചിട്ടുണ്ട് 12 ഇയേഴ്സ്. സോ ആ 12 ഇയേഴ്സിന് മുന്നേ 11 ഇയേഴ്സിലോ 10 ഇയേഴ്സിലോ ഒരു ആൾക്ക് പീരീഡ്സ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയാണ് ഏർലി മെനാർക്കി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ലേറ്റ് മെനപ്പോസ് എന്ന് പറയുന്നത് ഒരു ആവറേജ് ഇന്ത്യൻ വുമൺ 45 to 50 ഇയേഴ്സിലാണ് യൂഷ്വലി മെനപ്പോസ് വരിക. ബട്ട് ഈവൻ ആഫ്റ്റർ ദ ഏജ് ഓഫ് 55 ഇയേഴ്സ് അവരിൽ പീരീഡ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനുശേഷമാണ് പീരീഡ്സ് നിൽക്കുന്നത് എങ്കിൽ അതിനെ ലേറ്റ് മെനപ്പോസ് എന്ന് പറയും. ആൻഡ് ഓൾസോ എക്സ്പോഷർ ടു റേഡിയേഷൻ, ദാറ്റ് ഇസ് അനദർ റിസ്ക് ഫാക്ടർ. ഈ റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുന്നത് ചെസ്റ്റ് ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ക്യാൻസർ വന്ന് അതിന് വേണ്ടിയിട്ട് റേഡിയോ തെറാപ്പി എക്സ്പോഷർ വരുന്നതാണ് ഞാൻ ആ പറഞ്ഞിരിക്കുന്ന വൺ ഓഫ് ദ റിസ്ക് ഫാക്ടർ. സോ ദീസ് ആർ അൺകൺട്രോളബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. നൗ വെൻ വി ഫോക്കസ് ഓൺ ദ റിസ്ക് ഫാക്ടേഴ്സ് ബിലോ, ദീസ് ആർ കൺട്രോളബിൾ. അതിൽ നമുക്ക് റൈറ്റിന് തുടങ്ങാം. ഒബേസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ് ആൻഡ് ഈറ്റിംഗ് ലോട്ട് ഓഫ് പ്രോസസ്ഡ് ആൻഡ് ഫാറ്റി ഫുഡ്. ഇതിന്റെ റീസൺ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ദെൻ കംസ് ബർത്ത് കൺട്രോൾ പിൽസ്. IPIL എല്ലാം കോമൺലി ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന്റെ ഓവർ യൂസ് ഉള്ള സമയത്ത് ഇറ്റ് കുഡ് ബി വൺ ഓഫ് ദ റിസ്ക് ഫാക്ടർ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. ആൻഡ് ഓൾസോ ഇൻ മെനപ്പോസൽ വിമൻ ചില സമയത്ത് അവർക്ക് അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. അതിന് ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി. ബട്ട് ഇത് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും ഇറ്റ് കുഡ് ബി വൺ ഓഫ് ദ റിസ്ക് ഫാക്ടർ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. ബാക്കിയുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും എ വുമൺ ഹു ഹാസ് നോട്ട് ഹാഡ് ഫുൾ ടേം പ്രഗ്നൻസി.
നമുക്കെല്ലാം അറിയാം പ്രഗ്നൻസിയുടെ സമയത്തും ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്തും നമുക്ക് ആ ഒരു കാലയളവിൽ പീരീഡ്സ് ഉണ്ടാവില്ല. ബട്ട് ഇൻ ദോസ് പീപ്പിൾ ഹു ഹാവ് നോട്ട് ബ്രസ്റ്റ് ഫെഡ് അല്ലെങ്കിൽ നോ ഫുൾ ടേം പ്രഗ്നൻസി, അവരിൽ സ്ലൈറ്റ്ലി ഒരു ഹയർ റിസ്ക് ഉണ്ട്. സോ ഈ എൻറ്റയർ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ സൈറ്റ്സിൽ നമുക്ക് അവിടെ ഒരു ഹോർമോണിന്റെ ഒരു ഇഫക്റ്റ് വരുന്നുണ്ട്. സോ അണ്ടർലൈൻ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് സിംപ്ലർ ടേംസിൽ ക്യാൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹോർമോൺ, ഇസ്ട്രോജൻ ഹോർമോണിനെ കുറിച്ചാണ് ഇവിടെ മിക്കതിലും പറയുന്നത്. നമ്മുടെ ഓവറിയാണ് ഇസ്ട്രോജൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് എ സ്റ്റിറോയിഡ് ഹോർമോൺ. ഈ പീരീഡ്സ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഇസ്ട്രോജൻ ഇസ് വൺ ഓഫ് ദി കീ റെഗുലേറ്ററി ഹോർമോൺ. ഇസ്ട്രോജന്റെ വൺ ഓഫ് ദ പ്രോപ്പർട്ടിയാണ് ഈ സെൽ പ്രോലിഫറേഷൻ എന്നുള്ളത്. ഒരു സെൽ പ്രോലിഫറേഷൻ ഇറ്റ് ഹാപ്പൻസ് അറ്റ് എ വെരി റാപ്പിഡ് റേറ്റ്. ഈ റാപ്പിഡ് റേറ്റിൽ നടക്കുന്ന ടൈമിൽ അറ്റ് വൺ പോയിന്റ് എപ്പോഴെങ്കിലും ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ ഇതിന്റെ അകത്ത് വരുവാണെങ്കിൽ ഈവൻ ദാറ്റ് ഗെറ്റ്സ് കോപ്പീഡ് ആൻഡ് ഇൻ ടൈം ഇറ്റ് വിൽ ടേൺ ഇൻ ടു മാലിഗ്നൻസി ഓർ ക്യാൻസർ. സോ മൾട്ടിപ്പിൾ എഫ്സ് വരുന്നുണ്ട്. സോ ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ആണ്. സോ ഈസ്ട്രോജൻ ആണ് മെയിൻ കൾപ്രിറ്റ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ഏർലി മെനാർക്കി, 1 year or 2 years ബിഫോർ ദി മീഡിയൻ ഏജ് ഒരു പെൺകുട്ടിയിൽ പീരീഡ്സ് കാണുവാണെങ്കിൽ ആ ഒരു അത്രയും കാലയളവ് അധികം നമുക്കൊരു ഈസ്ട്രോജൻ എക്സ്പോഷർ വരുന്നു. അതേപോലെ തന്നെ ലേറ്റ് മെനപ്പോസ് നോക്കുകയാണെങ്കിൽ ഒരു 50 yearsൽ അല്ലെങ്കിൽ 55 yearsൽ മെനപ്പോസ് നിൽക്കേണ്ട ആള് വീണ്ടും പീരീഡ്സ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ കാലയളവിൽ കൂടെ അഡീഷണൽ അവർക്കൊരു ഈസ്ട്രോജൻ എക്സ്പോഷർ വരുന്നുണ്ട്. ഇതേപോലെ ഐപിൽ എടുക്കുന്നു, അഡീഷണൽ ഈസ്ട്രോജൻ എക്സ്പോഷർ. ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, അഡീഷണൽ ഈസ്ട്രോജൻ എക്സ്പോഷർ. ഇനി ഒരു നോർമൽ പ്രഗ്നൻസി ഉണ്ടായിട്ടില്ല ഓർ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല എങ്കിൽ സാധാരണ ഒരു വുമണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരിൽ അധികമായിട്ട് ഈസ്ട്രോജൻ എക്സ്പോഷർ വരുന്നു. കാരണം പീരീഡ്സ് ആ ടൈമിൽ നിൽക്കുന്നില്ല. സോ ദ അണ്ടർലൈൻ ഇഫക്റ്റ് ഇസ് എവിടെയാണോ അൺഅപ്പോസ്ഡ് ആയിട്ട് ഈസ്ട്രോജൻ എക്സ്പോഷർ വരുന്നത് അവരിൽ ഒരു റിസ്ക് ഫാക്ടർ, ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. ഓക്കെ, പിന്നീട് ഞാൻ പറഞ്ഞു ഒബേസിറ്റി, ലാക്ക് ഓഫ് എക്സസൈസ് ഓർ പ്രോസസ്ഡ് ഫുഡ്. ആ ഒരു കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഓവറിയാണ് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് മെനപ്പോസിന് ശേഷം ആ ഓവറിൽ നിന്നുള്ള ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ നിൽക്കുന്നു. സെക്കൻഡറി ആയിട്ടുള്ളൊരു സൈറ്റിൽ നിന്ന് ആക്ച്വലി ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ടിഷ്യൂ എന്നാണ്, അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയും. സോ എത്ര അധികം ഫാറ്റ് ടിഷ്യൂ നമ്മുടെ ബോഡിയിലുണ്ടോ, ദാറ്റ് മീൻസ് ഒബേസ് ആയിട്ടുള്ള ഒരാളിൽ ഫാറ്റ് ടിഷ്യൂ ഒബ്വിയസ്ലി കൂടുതലായിരിക്കും. അവരിൽ ദർ ഇസ് മോർ എക്സ്പോഷർ ടു ഈസ്ട്രോജൻ. കൂടുതൽ ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ അവരുടെ ഫാറ്റ് ടിഷ്യൂ നടക്കും. സോ അവിടെ എക്സസ് ഫാറ്റ്, എക്സസ് ഈസ്ട്രോജൻ വരുന്നത് കൊണ്ടാണ് ഇത്രയും അധികം റിസ്ക് ഫാക്ടേഴ്സ് നിൽക്കുന്നത്. നമുക്ക് ഇത്രയും ഫാക്ടേഴ്സിൽ ഫൈനലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്ത് ഈ ഒരു എക്സ്പോഷർ മാത്രമാണ് നമ്മളെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. റെസ്റ്റ് ഓൾ ദ ഫാക്ടേഴ്സ് ആർ അൺകൺട്രോളബിൾ ബ്രസ്റ്റ് ക്യാൻസറിൽ. ഐ ഹോപ്പ് everything is clear. Doubts എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം. ഓക്കെ സർ, നെക്സ്റ്റ് സ്ലൈഡ്. ഹാവിംഗ് ടോക്ഡ് അബൌട്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്, നെക്സ്റ്റ് കം ദ വാർണിംഗ് സൈൻസ്. ഈ വാർണിംഗ് സൈൻസ് എല്ലാ ആൾക്കാരിലും ഒരേപോലെ വരണമെന്നില്ല. മെജോറിറ്റി ഓഫ് ദ ടൈം വാർണിംഗ് സൈൻസ് വിൽ നോട്ട് ബി ഈവൻ ദെയർ. യൂഷ്വലി ഒരു മുഴ പോലെ ഇനീഷ്യലി കാണുന്ന ഒരു കാര്യം മിക്ക ആൾക്കാരും നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. പിന്നീട് ഒരു 2-3 months ശേഷം ഇത് കഠിനമായിട്ടൊരു വേദന വരുന്ന സമയത്തോ ഓർ ഹ്യൂജ്ലി അത് സൈസ് അമിതമായിട്ട് കൂടുന്ന സമയത്ത് മാത്രമാണ് ഇവർ ഒരു ഹെൽത്ത് പ്രൊഫഷണലിന്റെ ഒപ്പീനിയൻ തേടുന്നത്. സോ ഇനീഷ്യൽ ആ ഒരു 2 months ആണ് നമ്മുടെ ഒരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ പീരീഡ്. അത് നമുക്ക് അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. സോ ഇൻ കേസ് ഓഫ് ഇഫ് യു ഫീൽ എനി ലംപ് ഓർ പെയിൻ ഇൻ ബ്രസ്റ്റ് ദാറ്റ് ഡസൻ ഗോ അവേ, ഓർ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രസ്റ്റിന്റെ സൈസിലോ സിമെട്രിയിലോ ചെറിയൊരു വ്യത്യാസം വരിക, ഓർ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് പോലെ വരിക, ഈവൻ ബ്ലഡി ഡിസ്ചാർജ് ആണെങ്കിലും ഗ്രീനിഷ് കളർ ഓഫ് ഡിസ്ചാർജ് ആണെങ്കിലും, ഓർ നിപ്പിൾ അകത്തോട്ട് പോകുന്ന കണ്ടീഷൻ, റിട്രാക്റ്റഡ് നിപ്പിൾ എന്നൊക്കെ പറഞ്ഞു, ഈ ഒരു കണ്ടീഷൻ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഡു നോട്ട് നെഗ്ലക്ട് ദീസ് സൈൻസ്. പ്ലീസ് കൺസൾട്ട് എ ഡോക്ടർ. സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ till now we talked about അതിന്റെ സൈൻസും സിംറ്റംസും ആണ്. സോ ഇതിന് വരുന്നതിന് മുന്നേ തന്നെ ഹൗ സ്ക്രീനിങ് വിൽ ഹെൽപ്പ് ടു ഡിറ്റക്ട് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് നമ്മുടെ ഇതിന്റെ കോർ ടോപ്പിക് വരുന്നത്. സോ ഈ ഒരു സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വിമണിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 25 to 39 years, ദാറ്റ് ഇസ് അപ് ടു 40 years വരെ ഒരു ഏജ് ഗ്രൂപ്പും മോർ ദാൻ 40 ഒരു സെക്കൻഡ് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 2 ഗ്രൂപ്പിലും ഏറ്റവും സിമ്പിൾ ആയിട്ടും കോമൺലി നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. ദിസ് ഹാസ് ടു ബി ഡൺ once a month, പ്രിഫറബിളി ഒരേ ടൈം പീരീഡിൽ എവറി മന്ത് യു നീഡ് ടു ഡു ഇറ്റ്. ദെൻ കംസ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഈ ഒരു പിങ്ക് ഒക്ടോബറിന്റെ ഭാഗമായിട്ട് മിക്ക സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ടുള്ള സ്ക്രീനിങ് സെഷൻസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇയർലി ഹെൽത്ത് ചെക്കപ്സ് അവൈലബിൾ ആണ്. ആ കൂട്ടത്തിൽ ഈ ബ്രസ്റ്റ് എക്സാമിനേഷൻ വരുന്നതാണ്. Third is mammogram, and it is advisable
only to women who is more than 40 years of age. And also, ചെയ്യുന്ന സമയത്ത് always try to do bilateral mammogram. There is nothing called unilateral mammogram. Mastectomy ചെയ്തിട്ടുണ്ടെങ്കിൽ okay, and always do bilateral mammograms. So next slide. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രിഫറബിളി വൺസ് എ മന്ത് ആണ് ചെയ്യേണ്ടത്, ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ഡൺ എ വീക്ക് ആഫ്റ്റർ യുവർ പീരീഡ്സ്. വൈ? ബിക്കോസ് സ്ത്രീകളിൽ വളരെ കോമൺലി കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഫൈബ്രോ അഡനോസിസ്. മന്ത്ലി ആ ഒരു പീരീഡ്സ് വരുന്നതിനോടൊപ്പം തന്നെ ബ്രസ്റ്റിൽ ചില സൈക്ലിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ചില ആൾക്കാരിൽ അമിതമായിട്ട് ബ്രസ്റ്റ് ടിഷ്യൂ പ്രോലിഫറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈബ്രോ അഡനോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് ബ്രസ്റ്റ് വിൽ കുറച്ചൊരു എൻഗോജ്മെന്റ് ഉണ്ടാവും, നല്ല സിവിയർ പെയിൻ ഉണ്ടാവും. പാൽപേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ചെറിയൊരു ലംപി ഫീൽ, ചെറിയൊരു റബ്ബറി ഫീൽ പോലെ ഉണ്ടാവും. ഇത് പീരീഡ്സിന് 1 or 2 days മുന്നേ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇതിന്റെ സിംറ്റംസ് ഉണ്ടാവുക. ആൻഡ് വൺസ് യുവർ പീരീഡ് സ്റ്റാർട്ട്സ് ദീസ് സിംറ്റംസ് വിൽ ഗ്രാജുവലി ഗോ അവേ. അപ്പോൾ ഫൈബ്രോ അഡനോസിസ് നിൽക്കുന്നതുകൊണ്ടാണ് ഒരു 1 week ആഫ്റ്റർ യുവർ പീരീഡ്സ് ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാന്ന് പറയുന്നത്. സോ ഹൗ ടു ഡു? ജസ്റ്റ് അൺഡ്രസ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ and look for asymmetries. ബ്രസ്റ്റിൽ asymmetry എന്തെങ്കിലും ഉണ്ടോ, നിപ്പിളിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ സ്റ്റാർട്ട് ഫീലിംഗ് യുവർ ബ്രസ്റ്റ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് ഫ്രം സൈഡ് ടു സൈഡ്. ഇത് നിന്നിട്ടും ചെയ്യാം, കിടന്നിട്ടും ചെയ്യാം. സോ കിടന്നിട്ട് ചെയ്യുന്ന സമയത്ത് എഗെയിൻസ്റ്റ് ദ ചെസ്റ്റ് വാൾ പാൽപേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ട്രൈ ടു സീ ഇഫ് യു ഫീൽ എനി ലംപ്. ഓൾസോ അണ്ടർ ആംസ് നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അണ്ടർ ആംസിലും പാൽപേറ്റ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ സ്റ്റേർണം, ഇൻ ബിറ്റ്വീൻ ബ്രസ്റ്റിലും സ്റ്റേർണത്തിലും എല്ലാം ചെസ്റ്റ് വാളിലും എല്ലാം പാൽപേറ്റ് ചെയ്ത് നോക്കുക. സോ ദിസ് ഇസ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഇറ്റ് ഹാസ് ടു ബി ഡൺ. ഇഫ് യു ഹാവ് നോട്ട് സ്റ്റാർട്ടഡ്, പ്ലീസ് ഡു ഇറ്റ്. പ്ലീസ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു മാമോഗ്രാം യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് 40 years ആൻഡ് എബോവ് ഉള്ള ആൾക്കാരിലാണ്. സോ അതിന്റെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ ബ്രസ്റ്റിൽ when you get older, majority of the glandular tissue എല്ലാം പോയിട്ട് it becomes predominantly fatty breast. And next common category ആണ് ഒരു scattered fibroglandular tissue, and when you are young the breast tissue is predominantly dense. ആ ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് മാമോഗ്രാഫിക് സെൻസിറ്റിവിറ്റി ആണ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂല് മാമോഗ്രാമിന്റെ സെൻസിറ്റിവിറ്റി കുറവാണ്. ദാറ്റ് മീൻസ് ഇഫ് അറ്റ് ഓൾ എനി ലീഷൻ ഇസ് ദർ, അത് എത്രത്തോളം ഈസിലി പിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് സെൻസിറ്റിവിറ്റി പറയുന്നത്. സോ ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂല് മാമോഗ്രാം സെൻസിറ്റിവിറ്റി കുറവാണ്. ബട്ട് വിമൺ ഓവർ 45 yearsല് കോമൺലി എ കാറ്റഗറിയും ബി കാറ്റഗറിയാണ് കൂടുതലായിട്ടുള്ള ബ്രസ്റ്റിന്റെ കോമ്പോസിഷൻ വരുന്നത്. ഇവരിൽ മാമോഗ്രാമിന്റെ സെൻസിറ്റിവിറ്റി ഇറ്റ് ഇസ് മോർ ദാൻ 75%. ദാറ്റ്സ് വൈ മാമോഗ്രാം ഇസ് സജസ്റ്റഡ് ഫോർ വിമൺ ഓവർ 40 years of age. സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ പറഞ്ഞ പോലെ മാമോഗ്രാം ആണ് ഇനിഷ്യലി ചെയ്യേണ്ട ഒരു പ്രൈമറി ഇമേജിംഗ് മൊഡാലിറ്റി. ബട്ട് മെജോറിറ്റി ഓഫ് ദി വിമൻ അവർ മേജർലി പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഭയങ്കര പെയിൻഫുൾ ആയതുകൊണ്ട് ദേ വിൽ ട്രൈ ടു അവോയ്ഡ് മാമോഗ്രാം. സോ ഫോർ ഓൾ ദ റേഡിയോഗ്രാഫേഴ്സ്, വെൻ ഒരു മാമോഗ്രാം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ടേക്ക് എ മൊമെന്റ് ഓർ ടു എക്സ്പ്ലെയിൻ ടു ദ പേഷ്യന്റ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ കംപ്രഷൻ, ഇതിന്റെ ഒരു അതിന്റെ ആവശ്യകത അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ആൻഡ് ദെൻ മേക്ക് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ഡു മാമോഗ്രാം. സോ നെക്സ്റ്റ് സ്ലൈഡ്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വ്യൂ ആണ്, ക്രേനിയോകോഡൽ വ്യൂവും മീഡിയോലാറ്ററൽ ഒബ്ലീക്കും. ക്രേനിയോകോഡൽ വ്യൂ വി ഫോക്കസ് ഓൺ ദി സെൻട്രൽ ക്വാഡ്രൻസ് ഓഫ് ദ ബ്രസ്റ്റ്, ആൻഡ് ഇൻ മീഡിയോലാറ്ററൽ ഒബ്ലീക്ക് we look at the posterior part of the breast and also the axillary tail. For at least one of the view, the nipple has to be in profile. So next slide. So ഒരു checklist പോലെ പറയുകയാണെങ്കിൽ, when mammogram is being taken, just try to cover the entire breast. The nipple has to be in profile. Posteriorly നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെക്ട്രാലിസ് മേജറിലെ ബോർഡർ കാണാം. ആ ബോർഡർ അപ് ടു ദ നിപ്പിൾ ലെവൽ വരെയെങ്കിലും കാണുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി വെൽ ഡിഫൈൻഡ്. ഓൾസോ ഇൻഫീരിയർ മാമറി ഫോൾഡും കൂടെ കാണുന്ന രീതിയിൽ വേണം. സോ ദീസ് ആർ ജസ്റ്റ് ഒരു ബേസിക് ചെക്ക് ലിസ്റ്റ്. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ഈ ഇത്രയും പോയിന്റ്സ് എടുക്കുക എന്നുള്ളത്. സോ നെക്സ്റ്റ് സ്ലൈഡ്. So, can somebody tell me what is the faulty technique in the image A? So you can unmute yourself. Nobody. So in image A, what happens is the nipple is not seen in profile. Okay. And when you look at the picture B, the problem is posteriorly
pectoralis major muscle is not seen. And in the third picture, the problem is, even though pectoralis major muscle is seen, it is not well defined. And next slide. So in this picture, what happened is pectoralis major at least or a nipple line but it abruptly stopped before that. In the next image, the inferior portion is not adequately covered. And finally, in the last one, the inframammary fold is not well visualized. So, checklist always keep in your mind when mammogram is being conducted. And as I've said earlier, compression, it is much needed for mammogram. Explain just give it gentle but firm pressure. Okay. Next slide, sir. Image quality criteria I've already discussed. We'll skip the slide. Next slide, sir. Okay. Even common errors also I've shown you in the pictures. Next slide, please. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ ഈ ക്വാഡ്രൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. നമുക്കറിയാം MLO വ്യൂവിൽ ഫ്രം ദ നിപ്പിൾ ഇഫ് യു ഡ്രോ എ ലൈൻ പൊസ്റ്റീരിയർ, ദാറ്റ്സ് എ പൊസ്റ്റീരിയർ നിപ്പിൾ ലൈൻ. അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ചെറുപ്പം കാണിക്കുന്നുണ്ട്. ആ ഒരു ലൈനിൽ മുകളിൽ വരുന്നത് ഇറ്റ് ഈസ് ദ അപ്പർ ക്വാഡ്രന്റ്. MLO വ്യൂവിന്റെ കാര്യമാണ് പറയുന്നത്. MLO വ്യൂവിൽ ആ ലൈനിൽ മേലെ വരുന്നത് അപ്പർ ക്വാഡ്രന്റും താഴെ വരുന്നത് ലോവർ ക്വാഡ്രന്റാണ്. സിമിലർലി ക്രേനിയോ കോർഡലിൽ വരുമ്പോഴത്തേക്കും മുകളിലുള്ളത് ഇറ്റ് ഈസ് ദ ഔട്ടർ ക്വാഡ്രന്റ്, താഴെയുള്ളത് ഇറ്റ് ഈസ് ദ ഇന്നർ ക്വാഡ്രന്റ്. വെൻ ഒരു ഫൈൻഡിങ് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ക്വാഡ്രന്റ് വൈസ് ആണ് യൂഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഈ CCN MLO വ്യൂ കൂടാതെ നമുക്ക് മൾട്ടിപ്പിൾ വ്യൂസ്, ഓൾമോസ്റ്റ് ഒരു 11 വ്യൂസും കൂടെ വരുന്നുണ്ട്, സപ്ലിമെന്ററി വ്യൂസ്. ഇത് യൂഷ്വലി ചെയ്യാറില്ല, ബട്ട് ഇൻ കേസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മൈക്രോ കാൽസിഫിക്കേഷൻ ഉണ്ട്, ഒരു ലീഷൻ എന്തെങ്കിലും ഓവർലാപ്പിംഗ് ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നുന്ന സമയത്താണ് നമ്മൾ അഡീഷണൽ സപ്ലിമെന്ററി വ്യൂസും കൂടെ എടുക്കുന്നത്. വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇപ്പൊ നമുക്ക് മിക്ക ആളുകളിലും മാമോഗ്രാമിന്റെ ഒപ്പം തന്നെ അൾട്രാസൗണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടാണ് ഫൈനലിയാണ് നമ്മളൊരു റിപ്പോർട്ട്, ഒരു വേർഡിക്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഈ മാമോഗ്രാമിൽ ഒരു ലീഷൻ നമ്മൾ കാണുന്നുണ്ട്, അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിലി അറിയാനായിട്ട് ഒരു കംപ്ലീറ്റ്ലി സോളിഡ് ആയിട്ടുള്ള ഒരു ലീഷനാണോ, സിസ്റ്റിക് ആയിട്ടുള്ള ലീഷനാണോ, ഓർ കുറച്ചുകൂടെ ബിനൈൻ ആയിട്ടുള്ള നോൺ ക്യാൻസറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. സിസ്റ്റ് വരാം, ഫൈബ്രോ അഡിനോമ വരാം. ഇതിനെയൊക്കെ കൂടുതൽ ക്ലാസിഫൈ ചെയ്യാനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അൾട്രാസൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടുള്ള FNACസും പോസിബിൾ ആണ്. സോ ദ നെക്സ്റ്റ് ഇമേജിംഗ് മൊഡാലിറ്റി ആഫ്റ്റർ മാമോഗ്രാം ഇസ് ഓൾവേസ് അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. ദർ ഇസ് നോ റേഡിയേഷൻ എക്സ്പോഷർ. കുറച്ചുകൂടെ നമുക്ക് വാസ്കുലാരിറ്റിയും കാര്യങ്ങളും എല്ലാം ഇത് അൾട്രാസൗണ്ടിൽ അറിയാൻ പറ്റും. സോ ഓൾവേസ് മാമോഗ്രാം പ്ലസ് അൾട്രാസൗണ്ട് ഇസ് കമ്പൈൻഡ് ടു ഗിവ് പേഷ്യന്റ് എ റിപ്പോർട്ട്. സോ ഈ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ നെക്സ്റ്റ് സ്ലൈഡ്. അൾട്രാസൗണ്ടും കഴിഞ്ഞിട്ട് അടുത്തൊരു മൊഡാലിറ്റി എവറിബഡി വിൽ ബി തിങ്കിങ് ഇറ്റ് ഈസ് MRI, ബട്ട് ഇറ്റ് ഈസ് ഡിജിറ്റൽ ബ്രസ്റ്റ് ടോമോസിന്തസിസ്. ഇവിടെ പേഷ്യന്റിന്റെ പ്രൊസിഷനിങ്ങും കാര്യങ്ങളും എല്ലാം മാമോഗ്രാം ചെയ്യുന്ന പോലെ തന്നെയാണ്. ദ പ്രൊസീജിയർ, ആ ഒരു പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. ബട്ട് ഇതിൽ ആ എക്സ്റേ ഹെഡ് റൊട്ടേറ്റ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് ആ ഒരു CT പോലെ തന്നെ എക്സ്റേ ഹെഡ് റൊട്ടേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ആംഗിൾസ് നിന്ന് ബ്രസ്റ്റിന്റെ ഇമേജസ് എടുക്കുന്നുണ്ടാവും. ആൻഡ് ഫൈനലി സ്ക്രോളബിൾ ആയിട്ടുള്ള CT ഇമേജസ് നമ്മൾ സ്ക്രോളബിൾ ആയിട്ടില്ല, അതേപോലത്തെ ഒരു ഇമേജസ് ആണ് നമുക്ക് ഡിജിറ്റൽ ബ്രസ്റ്റ് ടോമോസിന്തസിസിൽ നമുക്ക് കിട്ടുന്നത്. സോ വി ക്യാൻ സീ ദ ബ്രസ്റ്റ് ലെയർ ബൈ ലെയർ. ഇതങ്ങനെ വൈഡ്ലി അവൈലബിൾ അല്ല, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഇമേജിംഗ് മൊഡാലിറ്റി വെൻ ഇറ്റ് കംസ് ടു ബ്രസ്റ്റ് ലീഷൻസ്. So next, finally MRI breast ആണ് ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഇമേജിംഗിൽ. ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി റിസർവ്ഡ് ഫോർ സ്ക്രീനിങ് ഓഫ് ഹൈ റിസ്ക് വുമൺ. ഹൈ റിസ്ക് വുമൺ എന്ന് പറയുന്നത് വൺ ഹു ഹാസ് ഗോട്ട് എ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ BRCA ജീൻ 1 ജീൻ 2 മ്യൂട്ടേഷൻ ഉള്ളവരിലാണ് യൂഷ്വലി ഹൈ റിസ്ക് വുമൺ എന്ന് പറയാം. ആൻഡ് ഓൾസോ രണ്ട് ബ്രസ്റ്റിലും ഡിസീസ് ഉള്ളവരിൽ, ഓർ ഡിസീസ് ഇഫ് ഇറ്റ് ഹാസ് സ്പ്രെഡ് ടു അതർ ഓർഗൻസ്, അവരിലൊക്കെയാണ് MRI ബ്രസ്റ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് ഉള്ളവരിലും നമ്മൾ MRI ബ്രസ്റ്റ് ആണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ കോൺട്രാസ്റ്റ് ഇൻജെക്ട് ചെയ്തിട്ട് ആ ലീഷന്റെ വാസ്കുലാരിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് MRI ബ്രസ്റ്റിലൂടെ അറിയാൻ പറ്റും. സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഐ ഫിനിഷ്ഡ് ഓൾ ദി ഇമേജിംഗ് മൊഡാലിറ്റീസ് ഇൻ ബ്രസ്റ്റ് ക്യാൻസർ. ആൻഡ് വൈ ഐ എം ഷോയിങ് യു ദിസ് സ്ലൈഡ് ഇസ്, ഏറ്റവും ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 5-year സർവൈവൽ റേറ്റ് കണ്ടോ.
ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഓർ വെൻ ദ ലീഷൻ ഇസ് വെരി സ്മോൾ ലെസ് ദാൻ 2 സെന്റിമീറ്റർ ലീഷൻ ആണെങ്കിൽ ദ സർവൈവൽ റേറ്റ് ഇസ് 100%. ബട്ട് വൺസ് അത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്ലോലി സ്പ്രെഡ് ഇൻ ടു ദ ലിംഫ് നോഡ്സ്, ബാക്കിയുള്ള ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യും. ആൻഡ് നമ്മുടെ ചാൻസസ് ഓഫ് സർവൈവൽ, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സും കൂടും ആൻഡ് ചാൻസസ് ഓഫ് സർവൈവൽ ഡിക്രീസസ്. ഇതുകൊണ്ടാണ് ആ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയധികം സ്ക്രീനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്സ്. മിക്ക മാമോഗ്രാം റിപ്പോർട്ട്സിൽ നിങ്ങൾ ഫൈനലി കാണുന്ന റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ കാണുന്ന ഒരു സ്കോറാണ് ബിറാഡ്സ് സ്കോറിംഗ്. ഈ ബിറാഡ് സ്കോറിംഗ് 0 to 6 വരുന്നുണ്ട്. വാട്ട് യു നീഡ് ടു നോ ഇസ് അപ് ടു ദ സ്കോർ 3 ഇറ്റ് ഷോസ് ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. നമ്മുടെ യൂഷ്വലി കാണുന്ന സിസ്റ്റുകളാണെങ്കിലും ഫൈബ്രോ അഡിനോമ ആണെങ്കിലും ഫൈബ്രോ അഡിനോസിസ് എല്ലാം കാറ്റഗറി 3 വരെ വരത്തുള്ളൂ. ഇവർക്ക് ബയോപ്സിയോ FNACയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഷോർട്ട് ടേം ഇന്റർവെൽ ഫോളോ അപ്പ് മാത്രം മതി. ആൻഡ് ആ 3 കഴിഞ്ഞിട്ട് വരുന്ന 2 സ്കോർ ഉണ്ടല്ലോ, 4 and 5 that shows that the lesion is suspicious and the patient needs to get an FNAC or biopsy. അതാണ് ബിറാഡ് സ്കോറിംഗ്. യൂഷ്വലി നമ്മളുടെ എല്ലാ റിപ്പോർട്ട്സിലും അതിന്റെ താഴെ ബിറാഡ് സ്കോറിംഗ് കൊടുത്തിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് സ്ലൈഡ്. So finally, as I said, confirmation is always histopathological. Just because mammogram or ultrasound or mura kandu nu vecha, that need not be cancerous. എപ്പോഴും അതിൽ നിന്ന് FNAC or biopsy എടുത്തതിന് ശേഷം ക്യാൻസറസ് ആണ് histopathologically proven ആയ മാത്രമാണ് ഇറ്റ് ഇസ് കൺഫർമേഷൻ. ഇതിനകത്ത് FNAC നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടും ചെയ്യാം, വലിയ മുഴകളാണെങ്കിൽ അല്ലാതെ തന്നെ ചെയ്യാം. ദെൻ കോർണിയൽ ബയോപ്സി വരുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ സർജറി നമ്മൾ ചെയ്യുന്നതാണ് എക്സിഷൻ ബയോപ്സി. Okay, so HPE report is the gold standard for diagnosis. So next slide. So ഇതുവരെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ എല്ലാ ഇമേജിംഗ് മൊഡാലിറ്റീസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ആൻഡ് വെരി കോമൺലി കുറെ മിത്സ് ഉണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റ് ചെയ്തിട്ട്. ആൻഡ് വി വിൽ ഡിസ്കസ് ഇറ്റ് വൺ ബൈ വൺ. ഒന്ന്, ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി വിമൻ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് കംപ്ലീറ്റ് മാസ്റ്റക്ടമി ഓർ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. ബട്ട് ഏർലി ഞാൻ പറഞ്ഞ പോലെ ലെസ് ദാൻ 2 സെന്റിമീറ്റർ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ട്യൂമർ ഇറ്റ്സെൽഫ്, ആ ട്യൂമർ കുറച്ചൊരു ടിഷ്യൂ മാർജിൻ മാത്രം റിമൂവ് ചെയ്താൽ മതി. യു നീഡ് നോട്ട് റിമൂവ് ദി ഹോൾ ബ്രസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് എനി ലംപ് ഓർ മാസ് ഇൻ ദ ബ്രസ്റ്റ് മീൻസ് ക്യാൻസർ. നോ, അങ്ങനെയല്ല. വളരെ കോമൺ ആയിട്ട് ഫൈബ്രോ അഡിനോമ എല്ലാം നോൺ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളാണ്. ഇറ്റ് ഈസ് വെരി കോമൺലി സീൻ ഇൻ വുമൻ, ഈവൻ സിസ്റ്റ് ആണെങ്കിൽ പോലും. സോ ഓൾ lump or mass in the breast, it need not be cancer. So next slide. പിന്നെ ഒരു ഉള്ള തെറ്റിദ്ധാരണയാണ് മാമോഗ്രാമിൽ ഒരു റേഡിയേഷൻ എക്സ്പോഷർ വരുന്നുണ്ടോ, ഇനി അതുകൊണ്ട് ക്യാൻസർ വരുമെന്നുള്ളത്. ബട്ട് ഹിയർ വി യൂസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് റേഡിയേഷൻ ആൻഡ് ഇറ്റ് ഇസ് അബ്സൊല്യൂട്ട്ലി സേഫ്. ഈ ഒരു മാമോഗ്രാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ദർ ഇസ് നോ അഡീഷണൽ റിസ്ക് ഫാക്ടർ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. പിന്നെ വരുന്ന ഒരു മെത്താണ് വിമൻ വിത്ത് സ്മോളർ ബ്രസ്റ്റ്. അങ്ങനെ ഒരു the breast cancer is not affected by breast size. ഏതൊരു ബ്രസ്റ്റിലാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. ഈവൻ ഇൻ മെയിൽ ഓൾസോ ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ ജീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവരിൽ ഇത്രയും സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ദാറ്റ് വിമൻ വിൽ ഹാവ് ബ്രസ്റ്റ് ക്യാൻസർ ഇൻ ദർ ലൈഫ് ടൈം. അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഹയർ റിസ്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ ദാറ്റ് ഒരു ഫോളോ അപ്പും കാര്യങ്ങളും തന്നെ ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് പ്രൂവൺ ദാറ്റ് ഇവർക്ക് ഡെഫിനറ്റ്ലി ബ്രസ്റ്റ് ക്യാൻസർ വരും എന്നുള്ളത്. പിന്നെ ഒരു മിത്താണ് ബ്രസ്റ്റ് ക്യാൻസർ ക്യാൻ ബി പ്രിവെന്റഡ്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർവൈക്കൽ ക്യാൻസറിനെല്ലാം നമ്മൾ HPV വാക്സിൻ ഒരു പരിധി വരെ സർവൈക്കൽ ക്യാൻസർ വരാതെ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞൊരു സ്റ്റഡീസ് ഉണ്ട്. ബട്ട് ഫോർ ദ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെ ഒരു ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഒരു വേ ഇല്ല. ടു പ്രിവെന്റ് ഇറ്റ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒബേസ് ആയിട്ടുള്ള ആൾക്കാരിൽ മോർ ഫാറ്റ് ടിഷ്യൂ, മോർ ഈസ്ട്രജൻ എക്സ്പോഷർ. അപ്പൊ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിവെൻഷൻ മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ ബ്രസ്റ്റ് ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീഡിയൻ ഏജ് ഒരു 40-45 ഇയേഴ്സിലാണ്, ഓൾഡർ വിമനിലാണ് യൂഷ്വൽ ഇൻസിഡൻസ് ഉള്ളത്. ബട്ട് ഈവൻ ഇൻ യങ്ങർ പേഷ്യൻസ് ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ റീസെന്റ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദ ഹോൾ ഏജ് ഗ്രൂപ്പ് ഇസ് അറ്റ് റിസ്ക്. പിന്നീടാണ് ഫാമിലി ഹിസ്റ്ററി. മിക്ക ആൾക്കാരിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി വുമൻ റിലേറ്റീവ് എന്ന് പറയുന്നത് ഐദർ നമ്മുടെ അമ്മ,
നമ്മുടെ സിബ്ലിങ്സ്, കൂടെയുള്ള സിസ്റ്റേഴ്സ് ഓർ ഡോട്ടർ. അല്ലാതെ ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഡസൻ ഷോ ദാറ്റ് വി ഹാവ് ഗോട്ട് ആൻ ഇൻക്രീസ് റിസ്ക്. നമ്മുടെ അമ്മ, സിസ്റ്റർ ഓർ ഡോട്ടർ ഇവരാണ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്. അപ്പോൾ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇവരിൽ ഇതിലുണ്ടെങ്കിൽ ചെറിയൊരു രീതിയിൽ റിസ്ക് ഫാക്ടർ കൂടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് നമ്മൾ എഗെയിൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ലാസ്റ്റ് സ്ലൈഡ്. സോ വിത്ത് ഹോൾ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന്റെ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏർലി ഡിറ്റക്ഷൻ. ആ ഒരു വിൻഡോ, ഏർലി ഡിറ്റക്ഷൻ. ഒരു മുഴ കണ്ട് അത് വെച്ചുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് സീക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. എത്ര ഏർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സർവൈവൽ റേറ്റ് കൂടും, നമുക്കുള്ള റിക്കവറി പീരീഡും എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. സോ ഓൾവേസ് do self breast examination. If you have not started, just start it right away, or get a mammogram done if you are over the age of 40. So thank you, and keep spreading awareness. Thank you. Doubts എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു മാഡം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു ടൈമാണ്. അതിനുശേഷം മാഡത്തിന് നന്ദി പറയാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന ഒരു ടൈമാണ്. പ്ലീസ്. മാഡം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സജ്ന എന്നാണ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. മാഡം ഈ സിസ്റ്റ് വിത്ത് കാൽസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ബിറാഡ്സ് ഏതിലാണ് കൊടുക്കാം? 5 ആണോ 6 ആണോ? ഡെഫിനറ്റ്ലി 6 വരില്ല, അത് എപ്പോഴും 4 തന്നെ ആയിരിക്കും. ഈ 6 എന്ന് പറയുന്നത് ബയോപ്സി പ്രൂവൺ ആയിട്ടുള്ള ഒരു കേസിൽ, എന്ന് വെച്ചാൽ ഓൾറെഡി ബയോപ്സി റിപ്പോർട്ട് വന്നത് ബ്രസ്റ്റ് ക്യാൻസർ പ്രൂവൺ ആയിട്ടുള്ള കേസിൽ മാത്രമാണ് നമ്മളൊരു 6 എന്ന് പറഞ്ഞൊരു കാറ്റഗറി കൊടുക്കുള്ളൂ. ജസ്റ്റ് ഒരു സിസ്റ്റ് വിത്ത് കാൽസിഫിക്കേഷൻസ് മാത്രമാണെങ്കിൽ വി വുഡ് പുട്ട് ഇറ്റ് ആസ് ബിറാഡ്സ് 4. കാരണം സോളിഡ് കോമ്പണൻസും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഒരു ഹയർ ബിറാഡ്സിലോട്ട് നമ്മൾ പോവുക. പിന്നെ FNAC ഡെഫിനറ്റ്ലി വേണ്ടി വരും. ഓർ ഒരു ഒരു ഫോളോ അപ്പ് വെക്കുക. ഈ ഒരു 3 monthsന് ശേഷം ഫോളോ അപ്പ് വെക്കുന്ന സമയത്ത് ഇൻ കേസ് അതിന്റെ സൈസോ കാര്യങ്ങളോ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് 5ലോട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ 4ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഷോർട്ട് ഇന്റർവൽ ഫോളോ അപ്പ് ചെയ്യുക. പോപ്കോൺ കാൽസിഫിക്കേഷൻ ഒക്കെ ആണെങ്കിലും അങ്ങനെ തന്നെ. അത് യൂഷ്വലി ഫൈബ്രോ അഡിനോമയിലൊക്കെയാണ് യൂഷ്വലി അത് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഡൗൺ സൈസ് ചെയ്ത് ഒരു ബിനൈൻ ആയിട്ടുള്ള കാൽസിഫിക്കേഷൻ ഗ്രൂപ്പിലാണ് പോപ്കോൺ കാൽസിഫിക്കേഷൻ ഒക്കെ വരാം. സോ 3 കാറ്റഗറിയിലൊക്കെയാണ് പോപ്കോൺ കാൽസിഫിക്കേഷൻ വരാം. താങ്ക് യു മാം. താങ്ക് യു. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മാഡത്തിനോട് ചോദിക്കാവുന്നതാണ്. മാം, ഷാനിജാണ്. ഈ ഫൈബ്രോഡിനോമ ഹിസ്റ്ററി ഉള്ളവർക്ക് CA ബ്രസ്റ്റിന് എന്തെങ്കിലും ചാൻസസ് കൂടുതലോ ഉണ്ടോ? ഇല്ല, ഫൈബ്രോ അഡിനോമ ആക്ച്വലി ടിപ്പിക്കൽ ഫൈബ്രോ അഡിനോമ ആണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ സൈസ് കൂടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ബട്ട് എറ്റിപ്പിക്കൽ ആയിട്ടുള്ള ചില ഫൈബ്രോ അഡിനോമാസും വരാറുണ്ട്. അതിൽ വളരെ റെയർലി ക്യാൻസറിന്റെ ഒരു റിസ്ക് എലമെന്റ് വരുന്നുണ്ട്. ഓക്കെ, ഫൈബ്രോ അഡിനോസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ടിഷ്യൂ കുറച്ചൊന്ന് പ്രോലിഫറേറ്റ് ചെയ്യുന്നവരിലാണ് ഫൈബ്രോ അഡിനോസിസ്. അവരിൽ തന്നെയാണ് ഫൈബ്രോ അഡിനോമ കൂടുതൽ കാണുന്നത്. സോ ഇനീഷ്യലി ഫോളോ അപ്പ് ചെയ്യുക. ടിപ്പിക്കൽ ആയിട്ടുള്ള ആ ഒരു കുറെ ഇമേജിംഗ് ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. പാരലൽ ആയിരിക്കണം, അധികം ഷാഡോയിങ്ങോ കാര്യങ്ങളോ ഇല്ല, കാൽസിഫിക്കേഷൻസോ കാര്യങ്ങളോ ഇല്ല എങ്കിൽ ഇറ്റ് ഇസ് എ ടിപ്പിക്കൽ ഫൈബ്രോഡിനോമ. അതിന് ഫോളോ അപ്പിന്റെ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ബട്ട് എറ്റിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കാൽസിഫിക്കേഷനോ കുറച്ചൊരു ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊരു എറ്റിപ്പിക്കൽ സൈഡിലോട്ട് പോകും. വി നീഡ് ടു ഡു ആൻ HP. അതിനൊരു FNAC കാര്യങ്ങളോ ചെയ്യുക. അങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. I hope you got the ഓക്കെ, answer. അടുത്ത ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, പ്ലീസ്. ഓക്കെ, വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പം നമ്മുടെ സലിം സാർ പ്രസന്റ് അല്ലേ? അതെ 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 അതെ. ഓക്കെ. ഓക്കെ സാർ,
നമ്മളുടെ KGRAയുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അക്കാഡമിക് ആണെങ്കിലും സ്കിൽ ഡെവലപ്മെന്റ് ഭാഗമായിട്ടാണെങ്കിലും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണെങ്കിലും റേഡിയോഗ്രാഫേഴ്സിനെ ഇത്തരത്തിൽ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ ലീഡറിന്റെ റോള് വളരെയേറെ വലുതാണ്. ഇപ്പൊ നമ്മളുടെ പ്രവർത്തനത്തിൽ നിന്നൊന്നും മങ്ങിയാൽ പോലും നമ്മളെ റിമൈൻഡ് ചെയ്യിച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്ത് റേഡിയോഗ്രാഫേഴ്സിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ലീഡറാണ് ശ്രീ BS സലീം അവർ. സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. KGRAയുടെ നേതൃത്വത്തിൽ അക്കാഡമിക് ക്ലാസ്സുകൾ പീരിയോഡിക്കായിട്ട് നടത്തുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടത്തുന്നത്. ഓരോ മേഖലയ്ക്കും ഓരോ ടോപ്പിക്കും ഓരോ ദിവസവും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം മേഖല ഇന്ന് ഒക്ടോബർ മാസത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടി പിങ്ക് ഒക്ടോബർ എന്നുള്ള രീതിയിൽ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ പൂജ റേഡിയോളജിസ്റ്റ് അമ്പിളിയുടെ നിർദ്ദേശമനുസരിച്ച് അമ്പിളിയാണ് ക്ഷണിച്ചത്. അമ്പിളി പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയാണ് മാഡം ക്ലാസ് എടുക്കാമെന്ന് ഏറ്റെടുത്തത്. വളരെ നല്ലൊരു ക്ലാസ്, റേഡിയോഗ്രാഫേഴ്സിന് മാത്രമല്ല ഇത് പബ്ലിക്കിന് വരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകൾ ഒക്കെ അത്യാവശ്യം വേണ്ട കാര്യമാണ്. ഇനിയും ഇത്തരം ക്ലാസ്സുകൾ എല്ലാ മേഖലകളും സംഘടിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാ റേഡിയോഗ്രാഫേഴ്സിനും KGRAയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ക്ലാസ് എടുത്ത നമ്മളോടൊപ്പം ആയിരുന്ന നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയ ഡോക്ടർ പൂജ അവർക്ക് KGRAയുടെ പേരിൽ ആത്മാർത്ഥമായ നന്ദി സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. അതുപോലെ ഇന്ന് ഈ സംഘടിപ്പിച്ച കൊല്ലം പത്തനംതിട്ട സോണിനും KGRAയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. അമ്പിളി. സർ, അടുത്ത ഫീഡ്ബാക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ KGRAയുടെ സംസ്ഥാന പ്രസിഡന്റ് രജനി മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാമിന് ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ്. കാരണം അത്ര നന്നായിട്ടും വളരെ സിമ്പിൾ ആയിട്ടും വളരെ ക്ലിയർ ആയിട്ടുമായിരുന്നു ക്ലാസ്. അതായത് നമുക്ക് അതിന്റെ കാരണങ്ങളെ പറ്റി മാഡം പറഞ്ഞപ്പോ തന്നെ നമുക്ക് എന്തൊക്കെയാണ് കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് മാഡം പ്രത്യേകമായിട്ട് പറഞ്ഞു. ഹെൽത്ത് കെയർ, ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ സെൽഫ് ചെക്കിങ് എങ്ങനെ ചെയ്യാം. നമ്മൾ എത്രയൊക്കെ കേട്ടാലും ഇത് ഒരു ഫ്രഷ് അപ്പ് തന്നെയാണ്. മാഡം അത് വളരെ അടുക്കും ചിട്ടയോട് കൂടിയാണ് അത് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ എന്നെ പോലെ എനിക്ക് തോന്നുന്നു സീനിയർ ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സിന് മാമോഗ്രാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് മാഡം പറഞ്ഞത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എങ്ങനെയാണ് എറേഴ്സ്, എങ്ങനെ കോമൺ എറേഴ്സ് എന്താണ്, നമ്മൾ എങ്ങനത്തെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഇമേജിൽ എങ്ങനെയൊക്കെ വന്നാലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാഡം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. വിറാട് ഇതെങ്ങനെയാണ് സ്ക്രീനിങ്, ആ സ്റ്റേജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരുപാട് താങ്ക്സ്. നല്ല ക്ലാസ് ആയിരുന്നു. ഏർലി ഡിറ്റക്ഷന്റെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകരാകുമ്പോൾ ഒരു വലിയ ഗുണം എന്താന്ന് വെച്ചാല് നമ്മളൊക്കെ ഫാമിലിയോ ഫ്രണ്ട്സോ ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ അഭിപ്രായം നമ്മളോട് ചോദിക്കും. അപ്പം ഈ ഒരു ക്ലാസ് ഒരു 30 പേര് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 120 പേർക്കെങ്കിലും പ്രയോജനകരമാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാം രജനി ഓഡിയോ സ്റ്റക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ടൈം ഇത്രയും സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഹെൽത്ത് കെയറും ശ്രദ്ധിക്കാൻ പറ്റണം. കാരണം മാഡം പറഞ്ഞ കണക്കുകൾ സത്യം പറയാൻ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഇത്രയധികം പേർക്ക് നമ്മളെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുള്ള നിരക്കുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും പേടിയായി. പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു മിഡിൽ ഏജിലുള്ള ആളാണ് എന്നുള്ളതുകൊണ്ട് എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം വന്നു. എന്തായാലും മാഡത്തിന് ഒരുപാട് താങ്ക്സ്.
നമ്മുടെ സംഘടനയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ് സംഘടിപ്പിച്ച് നമ്മുടെ കൊല്ലം പത്തനംതിട്ട മേഖലക്കാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു. അമ്പിളി പ്ലീസ്. ഓക്കെ സർ. കൊല്ലം പത്തനംതിട്ട സോണിന്റെ സെക്രട്ടറി ശ്രീ അജിത് അനന്തകൃഷ്ണൻ. പുള്ളിക്കാരന്റെ ഇനിഷ്യേറ്റീവ് വളരെ വലുതാണ്, ഓരോ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതിനും. അദ്ദേഹത്തെ നന്ദി പ്രകാശിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ കൊല്ലം മേഖല KGRയുടെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ഒരു മേഖലയാണ്. കഴിഞ്ഞ 2024 ജൂണിലായിരുന്നു ഇത് രൂപം കൊണ്ടത്. ഏകദേശം 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ നമ്മൾ പലതും ചെയ്യാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തിലാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പിങ്ക് ഒക്ടോബർ മാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ കണ്ടെത്തിയ ഈ നടത്തിയ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത പൂജ മേഡത്തിന് കൊല്ലം KGR കൊല്ലം മേഖലയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് ഈ കാലാവസ്ഥയിലും കുറച്ച് ബുദ്ധിമുട്ടാണ്, മഴയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ചൊരു കുറഞ്ഞ, ഏകദേശം 43-45 പേരുള്ളിൽ അത്രയും പങ്കെടുത്തിട്ടുണ്ട് ഇന്ന്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു. അമ്പിളി പ്ലീസ്. ഓക്കെ സർ. മറ്റൊന്നുമില്ല, വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. എനിക്ക് പൂജ മേഡത്തിനോട് വളരെ സന്തോഷവും നന്ദിയും ഉണ്ട്. ആക്ച്വലി റിയലി ഐ എം സാറ്റിസ്ഫൈഡ്. വളരെ മനോഹരമായ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായി തീരാനായിട്ട് സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം ഇത് കോർഡിനേറ്റ് ചെയ്ത ഫ്രാൻസിസ് സാറ്, ചുക്കൻ പിടിച്ച സലിം സാർ, രജനി മാഡം, മറ്റെല്ലാ സഹപ്രവർത്തകരെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മാഡം. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അനുവാദം. യെസ്. ഒന്നുമില്ല, ഫ്രാൻസിസ് സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച് സാർ. അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്തു. ഞങ്ങളുടെ വീഡിയോ, ആദ്യ ട്രെയിലർ വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു ഓൾ.